പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 115 സങ്കീർത്തനം 2 വാക്യം. നിങ്ങളുടെ ദൈവം എവിടെ? ലോകത്തിൽ ജനങ്ങളെ രണ്ടായി തരംതിരിക്കാം. ദൈവവിശ്വാസികളായ ഒരു കൂട്ടം, അതുപോലെ തന്നെ അവിശ്വാസികളുടെ ഒരു കൂട്ടം ആളുകൾ. ഇത്തരത്തിലുള്ള ആളുകൾ ദൈവത്തെ സൂക്ഷിച്ച് വീക്ഷിക്കുവാനും പരിഹസിക്കുവാനും കാത്തിരിക്കുകയാണ്. ദൈവവിശ്വാസികൾ ചിന്താക്കുഴപ്പത്തിലാക്കുവാനും അവരെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റുവാനുമാണ് അവർ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനവർ സാധാരണയായി ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിൻ്റെ ദൈവം എവിടെ എന്നുള്ളത്. നമുക്ക് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവരുടെ ശത്രുക്കൾ അവരോട് ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങളുടെ ദൈവം എവിടെയെന്ന്. ചെങ്കടലിലും യോർദാനിലും അത്ഭുതം ചെയ്തു, അവർക്ക് വഴി നടത്തി. ദൈവത്തിൻ്റെ പ്രവൃത്തികളൊന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ. ലോകം ഒരുപക്ഷെ പരിഹാസത്തോടുകൂടെ ദൈവത്തെയും ദൈവമക്കളെയും ചോദ്യം ചെയ്യുവാൻ സാധ്യതയുണ്ട്. നിൻ്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന ലോകത്തോട് എൻ്റെ ദൈവം ജീവിക്കുന്നു, അവൻ എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്നു എന്നാണ് നമുക്ക് പറയുവാൻ ഉള്ള ഉത്തരം. കഷ്ടതയുടെ വിഷമകരമായ ഒരു വശം മാത്രമേ ലോകദൃഷ്ടിയിൽ കൂടി കാണുവാൻ കഴിയുകയുള്ളൂ. വിശ്വാസികളുടെ ജീവിതത്തിൽ കഷ്ടതയ്ക്കും ഉള്ള പങ്കും സ്ഥാനവും എന്താണെന്ന് അവർക്കറിഞ്ഞുകൂടാ. വൃക്ഷങ്ങളുടെയും സസ്യങ്ങളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്കും വെയിലും ചൂടും അത്യാവശ്യമാണ്. കഠിന വെയിലത്ത് ഒരുപക്ഷെ പച്ച നിറത്തിലുള്ള വൃക്ഷങ്ങളും സസ്യങ്ങളും വാടിയെന്നു വരാം. എന്നാൽ കൊണ്ടതുകൊണ്ട് മാത്രമല്ല വാട്ടം. ചെടി നല്ലതുപോലെ തഴച്ചു വളരണമെങ്കിൽ സഹായകരമാണ്ടത് അതിന് വേണ്ടുന്നതെല്ലാം ലഭിക്കണം. എന്നാൽ സൂര്യപ്രകാശം തട്ടാതിരിക്കത്തക്കവണ്ണം അതിന് മറവുണ്ടാക്കിയാൽ വളരുന്നതിന് പകരം അത് തളരുകയാണ് ഇടയായിത്തീരുന്നത്. ഇതുപോലെ തന്നെയാണ് ദൈവവിശ്വാസികളുടെ ജീവിതവും. കഷ്ടതയിൽ കൂടി മാത്രമേ വിശ്വാസിക്ക് വളരുവാൻ സാധിക്കുകയുള്ളൂ. ആദിമസഭയുടെ വളർച്ചയുടെ പുറകിൽ ഒരു കഷ്ടതയുടെ ചരിത്രമുണ്ടായിരുന്നു എന്ന് നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാൻ കഴിയും. എങ്കിൽ നമുക്കും കോരപുത്രന്മാർ ഇപ്രകാരം അവരുടെ 46 സങ്കീർത്തനത്തിൽ പാടി പറയുവാനിടയായിത്തീർന്നു. ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുരുങ്ങി സമുദ്രമധ്യേ വീണാലും നാം ഭയപ്പെടുകയില്ല, കാരണം നമ്മൾ വിശ്വസിക്കുന്ന ജീവനുള്ള ദൈവം ഉണ്ട്. എങ്കിൽ ഈ പ്രഭാതത്തിൽ നമ്മുടെ കഷ്ടതയുടെയും വേദനയുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ നമുക്കും വിളിച്ചു പറയുവാൻ കഴിയുമോ, ഇന്ന് വന്ന കഷ്ടത, ഇന്ന് വന്ന പ്രതികൂലം, പ്രിയ സഹോദര സഹോദരി, താങ്കളെ തകർക്കാനല്ല, താങ്കളുടെ ദൈവം എവിടെയെന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ തളർന്നു പോകാതെ ധൈര്യത്തോടെ പറയുവാൻ കഴിയുമോ, എൻ്റെ ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും അവൻ നിർവഹിക്കുന്നു. ആ കർത്താവിൽ നമുക്ക് ആശ്രയിച്ച് ഈ ദിവസങ്ങളിൽ ശക്തമേറിയ ദൈവിക സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം. ആ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നമ്മുടെ ജീവിതത്തിൽ കാണാം. കഷ്ടതയുടെ നടുവിൽ ഉറച്ചു നിൽക്കുവാൻ ആവശ്യമായ ദൈവിക ബലം കർത്താവ് താങ്കൾക്ക് നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു.